പടച്ചോനെ എൻ്റെ പൊന്നോ എനിക്ക് പി ആർ ഇല്ലേ, സത്യമായിട്ട് പി ആർ ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് റന വീണ്ടും വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ശരിക്കും ഞാൻ ഈ രാവിലെ റന ഇട്ട് ആ വീഡിയോയാണ് റിയാക്ട് ചെയ്തത്. റന ഇട്ട് ആ വീഡിയോ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനകത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യാനല്ല, മറിച്ച് അവിടെ അനു ജയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. പിന്നെ പി ആർ ഇല്ലാത്തവർ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ റന അതിൻ്റെ അടിയിൽ കോമെന്റ് ചെയ്തു, റനയ്ക്ക് പി ആർ ഇല്ല തെളിയിക്കെന്ന് പറഞ്ഞു. അപ്പോൾ കലാഭവൻ സരിക റനയെക്കുറിച്ച് പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നു. ഇപ്പൊ റന വന്ന് പറയുന്ന സംഭവം നിങ്ങൾ അറിയണ്ടേ. വീണ്ടും റന വന്നിരിക്കുകയാണ്. എനിക്ക് ഇതിന്റെ പിറകെ പോകാൻ വയ്യ. എന്നാലും അത് ഇപ്പം ടോപ്പിക്ക് മാറി, ടോപ്പിക്ക് ഇവിടെ എത്തി. എന്നാലും അത് ക്ലിയർ ചെയ്യണമല്ലോ, നമ്മൾ സംസാരിച്ച സ്ഥിതിക്ക് അത് ക്ലിയർ ചെയ്യണം. എന്താണെന്നുള്ള അതിന്റെ അപ്ഡേറ്റിലോട്ട് പോവാം. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ ബാക്കി എപ്പിസോഡ് മിക്കവാറും ഇതിന്റെ ബാക്കി ഇനിയും വരുമെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് സരികയുടെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച സാധനം സരിക പറയുന്നുണ്ട്, റനയ്ക്ക് പി ആർ ഉണ്ട്, 50 ദിവസം നിൽക്കാനായിട്ട് റന പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ വന്നതെന്ന് എൻ്റെ അടുത്ത് അവളെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കൊടുത്തില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ വോയിസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ റന കമന്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും, എൻ്റെ പൊന്നോ കരയുന്ന സാധനവും കിട്ടിയിട്ടുണ്ട്. പടച്ചോനാണ് സത്യം, ഞാൻ പി ആർ കൊടുത്തില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്തസ്സായി പറയാൻ ഒരു മടിയുമില്ല. ഞാൻ സരിക ചേച്ചിയുടെ അടുത്ത് പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന വീഡിയോ ഉണ്ടാകുമല്ലോ. അങ്ങനെയാണേൽ എല്ലാ വീഡിയോസും കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നവരല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് തപ്പി നോക്ക്, ഇന്റെ ഒരു ഗതികേടെ എന്ന് പറഞ്ഞ് റന കരയുവാണ്. ശരിക്കും റന ഇങ്ങനെ ഒന്ന് തപ്പി നോക്കാമെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, റന ഇപ്പം റന ഇതിനകത്ത് പറയുന്ന വെച്ച് റന നിരപരാധിയാണെന്നാണ് റന സ്ഥാപിക്കുന്നത്. പടച്ചോനാണേ സത്യം, ഞാൻ നിരപരാധിയാണ്, ഞാനൊരു പി ആറും കൊടുത്തിട്ടില്ല. കൊടുത്തെങ്കിൽ പറയാനോട്ട് നാണക്കേടും ഇല്ല എന്നാണ് പറയുന്നത്. ശരിക്കും കൊടുത്തെങ്കിൽ അത് പറയുന്നതുകൊണ്ട് യാതൊരു വിധ നാണക്കേടും ഇല്ല. അത് റന പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ കലാഭവൻ സരിക പറഞ്ഞ വോയിസ് ഞാൻ കേൾപ്പിച്ചു തന്നല്ലോ, അതിന് വീഡിയോ ക്ലിപ്പുണ്ട്, അതും വേണമെങ്കിൽ ഞാൻ തരാം. കലാഭവൻ സരികയുടെ അടുത്ത് ചോദിക്കുക, കലാഭവൻ സരികയെ നിങ്ങളിതേ ഷൈത്യരെടുത്തും നൂറേരെടുത്തും ആദിലേരെടുത്തും നിങ്ങൾ 3 പേരോടെ ഇരുന്നപ്പോൾ പോയി എൻ്റെ കൂടെ വഴക്കം കൂടിയിട്ട് പോയി പറഞ്ഞതാണ്, അവൾക്ക് പി ആർ കൊടുത്ത കാര്യം എനിക്കറിയാം. അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു 50 ദിവസം നിൽക്കാനായിട്ട് പി ആർ ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ചേച്ചി കൊടുത്തായിരുന്നോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് എന്തർത്ഥത്തിലാണ് നിങ്ങൾ വന്ന് എന്താണ് ഷൈത്യരെടുത്തും നൂറേരെടുത്തും ആദിലേരെടുത്തും പറഞ്ഞത്? എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നിങ്ങൾ ചോദിക്കുക. അതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എൻ്റെ വീഡിയോയുടെ അടിയിൽ കിടന്ന് കമൻറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ പറയുന്നു, ഞാനിവിടെ നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. അതിന് നമ്മടുത്ത് റിയാക്ട് ചെയ്തത് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈ പ്രശ്നങ്ങൾ, ഈ പ്രൂഫ് കൊണ്ടുവരേണ്ട കാര്യം എവിടെ നിന്നാണ് ഉണ്ടായത്? സരിക അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമുക്കും ഇങ്ങനെ പറയേണ്ടി വന്നത്. റനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ റന അത് നിഷേധിക്കൂ എന്നേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. റന അത് നിഷേധിച്ച് എന്താണ് എന്നുള്ളതിനൊരു ക്ലാരിറ്റി കൊടുക്കുക. റന പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശം കാര്യമല്ല, പക്ഷെ റന ഇപ്പൊ അത് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ അത് സരികയുടെ അടുത്ത് ചോദിച്ച് സരികയെടുത്ത്, അപ്പം അങ്ങനെയാണെങ്കിൽ സരികയാണോ ഇതിൽ യഥാർത്ഥ വില്ലത്തി? കാരണം അങ്ങനെയാണെങ്കിൽ അത് പി ആർ കൊടുത്തിട്ടില്ല, റന പി ആർ കൊടുത്തിട്ടില്ലെങ്കിൽ പി ആർ കൊടുത്തെന്ന് പറയുന്നത് ഏറ്റവും വലിയ മോശമായ ഒരു കാര്യമാണ്. അത് 50 ദിവസം നിൽക്കാൻ തന്നെ കൊടുത്തെന്ന് പരസ്യമായി സരികയോട് പറഞ്ഞെന്നാണ് സരിക പറയുന്നത്. ചേച്ചി കൊടുത്തില്ലേ എന്ന് ചോദിച്ചെന്നും പറയുന്നു. അപ്പം അത് റന ക്ലിയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അവിടെ അല്ലേ ഉള്ളത്, ഫിനാലെ നടക്കുന്നിടത്തല്ലേ ഉള്ളത്. നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ കിട്ടിയ ബെസ്റ്റ് അവസരമാണ്. അത് ക്ലിയർ ചെയ്ത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുക. ഒന്നുകിൽ ഇതിന്റെ വാസ്തവം, ഒന്നുകിൽ സരിക കള്ളം പറയുന്നതായിരിക്കും, ഇല്ലെങ്കിൽ റന കള്ളം പറയുന്നതായിരിക്കും, ഇല്ലെങ്കിൽ 2 പേരും കൂടെ ചേർന്ന് കള്ളം പറയുന്നതായിരിക്കും. ഇത് എന്തായി കഴിഞ്ഞാലും റന ഇത്രയും വന്ന് പടച്ചോനാണേ സത്യം, ഞാൻ പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് അപ്പോൾ ഇതിന്റെ പിറകിൽ നിന്ന് കളിച്ചിരിക്കുന്നത് സരികയാണെന്നാണ് റനയുടെ ഈ കമന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സരികയെടുത്ത് ചോദിക്കുക, അത് നിങ്ങൾക്കല്ലേ നാണക്കേടപ്പം? പി ആർ കൊടുത്തെന്ന് പറഞ്ഞു എന്ന് സരിക ബാക്കിയുള്ളവർക്ക് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾക്കല്ലേ നാണക്കേട്? ആ വീടിനകത്ത് നടന്ന ഒരു ഇൻസിഡന്റ്, ഓക്കെ, നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ, കാണാത്ത കാര്യം വിട്ടേക്കാം, അല്ലെങ്കിൽ ഹൗസിനകത്തുള്ള കാര്യം വിട്ടേക്കാം എന്ന് പറയാം. പക്ഷെ ഇന്നിപ്പോഴത്തെ റിയാക്ഷൻ നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടിട്ട് അതെല്ലാവരും വീഡിയോയും ചെയ്തതാണ്. അപ്പൊ റനയ്ക്ക് അതിനൊരു എന്താ പറയുക, അത് ക്ലിയർ ആക്കി കൊടുക്കാനല്ല, അല്ലെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കി തരാനുള്ള ഒരു എന്താ പറയാ, വേർഡും കിട്ടുന്നില്ലല്ലോ, ഒരു ഇതില്ലേ, അത് ക്ലിയർ ആക്കി തരാനുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഞാനത് കൊടുത്തിട്ടില്ല, സരിക പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, അത് സരികയെ നിർത്തി ചോദിക്കുക. അത് സരികയ്ക്ക് അറിയാവോ? ഒന്നാമത് സരിക അതിനകത്ത് പോയി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് നമ്മൾ കണ്ടതാണ്. ഇനി ഇതും കൂടി അതിന്റെ കൂട്ടത്തിൽ ഉള്ളതാണോ എന്നറിയണം. അത്ര മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം റനയ്ക്കുണ്ട്. റനയുടെ മേളിലാണ് അലിഗേഷൻ ഉന്നയിച്ചിരിക്കുന്നത്. റന ഇപ്പൊ പറയുന്നത് തെറ്റാണെന്നാണ് ആ സാധനം. അപ്പൊ സരികയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ഒന്നും നമുക്ക് കിട്ടില്ല. ഈ പറഞ്ഞ വീഡിയോ നമുക്ക് കിട്ടി. ഏത്? സരിക പോയി പറയുന്ന വീഡിയോ നമുക്ക് കിട്ടി. ഇനി റന എപ്പോഴാണ് പറഞ്ഞത്? പുറത്ത് വെച്ചാണോ അകത്ത് വെച്ചാണോ? പരസ്യമായി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ റന ചോദിക്കും, ഞാൻ എപ്പോഴാണ് നിങ്ങളടുത്ത് പരസ്യമായിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കൂ. അതുപോലെ തന്നെ കലാഭവൻ സരികയ്ക്കും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിന് ഉത്തരവാദിത്വം ഉണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ റന പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കള്ളിയാവുകയാണ്.
നിങ്ങളോട് റെന ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളിയാണ്, നിങ്ങൾ കാണിക്കുന്ന കള്ളത്തരമാണ്. ഇന്നലെയും മെനിങ്ങാന്നൊക്കെ നിങ്ങൾ അതിനകത്ത് പോയി എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത് ആവശ്യമില്ലാതെ. മസ്താനിയും അപ്പാനിയുള്ള വിഷയത്തിൽ കയറി നിങ്ങൾ ഇടപെട്ട് ഞാൻ മസ്താനി എടുത്ത് മിണ്ടാത്തത് അപ്പാനി ഇവിടെ പോയപ്പോൾ കൈകൊട്ടിയോണ്ടാണെന്ന് പറയുന്നു. അവർ തമ്മിലുള്ള വിഷയത്തിൽ സരിക മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സോൾവ് ചെയ്ത വിഷയം എന്തിനാടി സോൾവ് ചെയ്തത്, എന്തിനാടി കൊന്നിട്ട്, എന്തിനാടി മിണ്ടാൻ പോയെന്ന് ചോദിക്കേണ്ട കാര്യവും സരികയ്ക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റും സരിക പറഞ്ഞത് കള്ളമാണോ? ആദ്യത്തെ 3 ആഴ്ച നമ്മൾ കണ്ട സരിക അല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റീ എൻട്രി ചെയ്തിരിക്കുന്നത് കൊള്ളാമല്ലോ. ഇതിപ്പം അനുമോളും PR ഒന്നല്ല വിഷയം, ഇപ്പം റെനയിലേക്കാണ് വിഷയം വന്ന് നിൽക്കുന്നത്. സരിക പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, റെന പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ, അത് ക്ലിയർ ആക്കുക. അത് ക്ലിയർ ആക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ കിടന്ന് കറങ്ങും, ഇതിങ്ങനെ ലൂപ്പ് അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സാധനം ക്ലിയർ ആക്കി പോകുന്നതായിരിക്കും റെനയ്ക്കും സരികയ്ക്കും നല്ലത്. ഓക്കെ, അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഇത് എല്ലാവരും അറിയട്ടെ, ഹൈപ്പ് ചെയ്യണം. ഈ വിഷയത്തിന് സത്യം വെളിയിൽ വരണമല്ലോ, വെളിയിൽ വരണം. അപ്പൊ അതുകൊണ്ട് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.